കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിദ്യാഭ്യാസത്തെ പറ്റിയാണ്. വിദ്യാഭ്യാസം എല്ലാവർക്കും വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. ഇന്ന് രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം വിദ്യാഭ്യാസത്തെ പറ്റിയാണ്. അപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി എങ്ങനെ നേടാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഏതൊരു വീടിന്റെയും വിദ്യാഭ്യാസത്തിന്റെ ദിക്കെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് അഥവാ വടക്ക് കിഴക്ക് ദിക്കാണ്. നമ്മളുടെ വാസ്തുപ്രകാരം ഈശാന കോണാണ് ഫെങ്ഷു പ്രകാരം വിദ്യാഭ്യാസത്തിന്റെ ദിക്ക്. ഈ ദിക്കിൽ മലിനപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മലിനപ്പെട്ടു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നോർത്ത് ഈസ്റ്റിൽ ടോയ്ലറ്റ് വരിക, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് പണി ചെയ്ത് വരുമ്പോഴത്തേക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗം മിസ്സിംഗ് ആയിട്ട് കിടക്കുക, അല്ലെങ്കിൽ ആ ഭാഗത്തെ കിച്ചൺ വരിക. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് തടസ്സങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് എന്ത് റൂമാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കുക. അങ്ങനെ ദോഷങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ചില റെമഡികളുണ്ട്. അത് ഒരു കൺസൾട്ടന്റിനെ വിളിച്ച് നിങ്ങൾ കാണിച്ച് അതിൻ്റെ പരിഹാരം ചെയ്യുക. പിന്നെ നമുക്ക് സിംബോളിക്കായിട്ട് ചെയ്യാവുന്ന കുറച്ച് ടൂളുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്നെന്ന് പറഞ്ഞാൽ ഇതൊരു പഗോഡ ടവർ എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഇത് നമുക്ക് രണ്ട് ഡയറക്ഷനിലായിട്ട് വെക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ പഗോഡ ടവർ സ്ഥാപിക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച തരാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കുട്ടിയുടെ സ്റ്റഡി ടേബിളിന്റെ മുകളിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇത് വെക്കുന്നതും വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച തരും. ഇതുപോലുള്ള മറ്റൊരു ടൂളാണ് പിന്നെ ക്രിസ്റ്റൽ ഗ്ലോബ് എന്ന് പറയുന്നത്. ഇതും ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാം, അതല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടിയുടെ ടേബിളിന്റെ മുകളിൽ വയ്ക്കാം. പിന്നെ ഉള്ളൊരു ടൂൾ എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കാർപ്പ് ഫിഷുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനായിട്ട് നിൽക്കുന്ന ഒരു ടൂളുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഈ പഠിക്കുന്ന കുട്ടിയുടെ ബെഡ്റൂമിന്റെ ഡോറിന്റെ മുകളിൽ സ്ഥാപിക്കുകയാണെങ്കിൽ ഈ കുട്ടി ഓരോ തവണ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും മത്സരങ്ങളൊക്കെ വിജയിക്കാനുള്ള ഒരു ഭാഗ്യം ഈ കുട്ടിക്ക് വന്നു ചേരും. അപ്പോൾ ഇത്തരം ടൂളുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച കിട്ടും. പിന്നെ ക്രിസ്റ്റൽ ഉപയോഗിക്കാം. ക്രിസ്റ്റൽ എന്ന് പറയുന്ന വൈറ്റ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. അതിൻ്റെ പെൻഡൻറ്റ്, അതിൻ്റെ മാലയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് ധരിച്ചുകൊണ്ട് ഇരുന്ന് പഠിക്കുകയും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇത് ധരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് പരീക്ഷയ്ക്ക് എഴുതാനും നല്ല മാർക്ക് നേടാനും ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ ഓരോ ടൂളുകളും നിങ്ങൾ പരീക്ഷിക്കുമ്പോഴും എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഇത് മാറ്റേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്തൊരു ടൂളാണെന്നുണ്ടെങ്കിൽ ഒഴുക്കി കളയേണ്ടതാണ്. ഈ ടൂളുകൾ വെക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. പക്ഷെ നിങ്ങൾ വെച്ച ടൂളിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അതല്ലാതെ ഇതിൻ്റെ ടൂളിന് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കും. ജീവിതത്തിൽ വിദ്യാഭ്യാസപരമായിട്ട് വിജയം നേടാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.